ഹായ് ഹലോ എല്ലാവർക്കും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പൂത്തറ കണ്ടപ്പം തന്നെ മനസ്സിലായില്ലേ, അത്തത്തിൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. മുറ്റം കട്ട വിരിച്ചപ്പം തന്നെ 2 കട്ട എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഓണ സമയത്തൊക്കെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. ഓണ ദിവസം കൊലായിലൊക്കെ പൂക്കളം ഇടുമെങ്കിലും പക്ഷേ ഈ അത്തത്തിൻ്റെ 10 ദിവസവും നമുക്ക് മുറ്റത്ത് പൂക്കളിടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. ഈ അത്ത ദിനത്തിൽ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി അറിയിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം ഓണം നേരത്തെയാണല്ലോ. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരുന്നത് പൂക്കളവും പൂവും സദ്യയും അമ്പലം ബന്ധുക്കളും അങ്ങനെ ഒരുപാട് സന്തോഷം നിറഞ്ഞ കുറേ നിമിഷങ്ങളൊക്കെ ആണല്ലോ. ഇന്ന് അത്തായത് കാരണം നേരത്തെ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ടോ. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൂടി റെഡിയാക്കി ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. കാരണം അമ്പലത്തിലൊക്കെ പോകാനുള്ളത് കാരണം എളുപ്പപ്പണിയാണല്ലോ. ചക്കര ഉപ്പുമാവ് കഴിക്കില്ല കേട്ടോ, അവൾക്കുള്ള പൊട്ടുകൂടെ ഉണ്ടാക്കി. പിന്നെ കർക്കിടക മാസം 1-ാം തീയതി അമ്പലത്തിൽ പോയതാണ് കേട്ടോ. പിന്നെ ഈ മാസം പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കർക്കിടക അവസാനം കൂടിയാണ്, പിന്നെ അത്തവും കൂടിയാണ്. അപ്പോൾ എന്തായാലും രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി ഞാനും ചക്കരയും കൂടിയാണ് കേട്ടോ പോകുന്നത്. സഞ്ജുവിന് പനിയാണ്, അത് കാരണം സഞ്ജു വരുന്നില്ല. അങ്ങനെ ഇന്ന് ഈ അത്ത ദിവസത്തെ കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അത്തായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നേരത്തെ എഴുന്നേറ്റു അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം, പൂക്കളൊക്കെ ഇടണം. തലേ ദിവസം തന്നെ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാനും ചക്കരയും ഇപ്പോൾ അമ്പലത്തിലെത്തി. പിന്നെ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണ്. രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ആ ശാന്തമായ അന്തരീക്ഷം, വഴിയിലൊക്കെ കാണുന്ന ആളുകൾ എല്ലാം കൂടി ഒരു നല്ല പോസിറ്റീവ് ഫീലിംഗ് തന്നെയാണ്. അമ്പലത്തിൽ പ്രാർത്ഥിച്ചു, കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. പിന്നെ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. 1-ാം തീയതി ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും ഉള്ള നമ്മുടെ തൊട്ടടുത്തുള്ളത് തന്നെ ശിവക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇതേപോലെ കുറച്ച് സമയം ശാന്തമായി ഇരിക്കാനൊക്കെ കഴിയുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണല്ലേ. അങ്ങനെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഞങ്ങൾ തിരിച്ചു വരുമ്പം തൊട്ടപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഒരു പേക്ക് പാൽ കൂടെ വാങ്ങിയിട്ടോ. പാൽ വാങ്ങുമ്പോൾ അവിടെ ഒരു പേക്ക് സേമിയ കണ്ടിട്ടുണ്ടായിരുന്നു. ചക്കര അതുകൂടി എടുത്തു. പാൽ വാങ്ങിയതിൻ്റെ വിശേഷം എന്താണെന്നല്ലേ, നമ്മുടെ വീട്ടിലെ അടുപ്പ് ഒരു റീവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ചക്കരയ്ക്ക് സഞ്ജുവിന് നിർബന്ധം ഒന്ന് പാൽ കാച്ചണമെന്ന്. ഒരു 15 വർഷം മുമ്പാണ്, 15 അല്ല 20 വർഷം മുമ്പാണ് നമ്മൾ വീട്ടിൽ പാൽ കാച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ചക്കര ഉണ്ടായിരുന്നില്ല. പിന്നെ സഞ്ജു ആണെങ്കിൽ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അവരിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊന്ന് കാണണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും പുതിയ അടുപ്പൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് പാലുകൂടെ കാച്ചിട്ടോ. അങ്ങനെ പാലൊക്കെ തിളച്ച് പൊന്തി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷമൊക്കെ തോന്നി, നല്ലൊരു അനുഭവമൊക്കെ ആയിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിന് പുതിയ അടുപ്പായതുകൊണ്ടൊന്നും പാല് കാച്ചിരുന്നേ ഉള്ളൂ. പിന്നെ സേമിയത്തിൻ്റെ മിക്സ് വാങ്ങിയത് കാരണം പിന്നെ ചക്കര അതുകൂടി ഉണ്ടാക്കി. പഴയ അടുപ്പ് നന്നായിട്ട് പുക ഇങ്ങോട്ട് വരികയായിരുന്നു. പിന്നെ ടൈലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10-20 വർഷമായിട്ടുണ്ടായിരുന്നു ആ അടുപ്പ്. അപ്പോൾ ഈ അടുപ്പ് ഏതായാലും പുകയൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. പാല് ചൂടായി തിളച്ച് വരുമ്പോൾ തന്നെ ഞങ്ങൾ അതിലേക്ക് നോക്കി നിൽക്കാൻ കേട്ടോ. അതിന് ഏത് വശത്തേക്കാണ് തിളച്ച് തോന്നുന്നത് എന്ന് കരുതി. അങ്ങനെ നമ്മുടെ ചെറിയൊരു പാല് കാച്ചൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ പായസം ചക്കര ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിരുന്നത്. കാരണം മിക്സ് ആയത് കാരണം ആ പാലിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. പക്ഷെ ഓർമ്മയില്ലാതെ ഞാനിപ്പോൾ ഇട്ട് പോയിരുന്നു. അങ്ങനെ പുതിയ അടുപ്പിലെ പാല് കാച്ചലും പായസം കുടിയും ഒക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ചക്കരയ്ക്ക് പിന്നെ ചൂടോടുകൂടി പായസം ഇഷ്ടമല്ല. ആ പായസം മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ ഐസ്ക്രീം പോലെ കോരി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറ് കൂടെ റെഡിയാക്കിയിട്ടോ. ചിക്കനായിരുന്നു. കുറച്ച് കറി വെക്കാനും കുറച്ച് വറുക്കാനായിട്ടും മാറ്റി വെച്ചു. പിന്നെ കുക്കറിലിട്ട് വെച്ചത് കാരണം കറി പെട്ടെന്ന് റെഡി ആയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് കൂടി വിചാരിച്ചു. ഞായറാഴ്ച ആയത് കാരണം പിന്നെ ഇനി അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓണത്തിൻ്റെ തിരക്കാവും. അപ്പോൾ പിന്നെ ഇന്ന് പോകാമെന്ന് കരുതിയിട്ടോ. ചക്കരയ്ക്ക് ജീൻസും ടോപ്പൊക്കെ എടുക്കാണ്ടായിരുന്നു. പിന്നെ ഓണം അടുപ്പിച്ചൊക്കെ നമ്മൾ മാളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിലും ശരി, ഇനി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കണമെങ്കിലും ഒക്കെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാവും. ബില്ലിങ്ങിനാണെങ്കിലും ഭയങ്കര വരിയായിരിക്കും. അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് അങ്ങനെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം നേരത്തെ പോയി ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നൊരു ബിരിയാണി ചലഞ്ച് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവരുമ്പോഴാണ് അത് ഓർമ്മ വന്നത്. 16-ാം തീയതി എന്ന് പറഞ്ഞെങ്കിലും അത് അത്തത്തിൻ്റെ അന്നാണെന്നുള്ളത് അത്ര അങ്ങോട്ട് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് തന്നെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്തത്തിൻ്റെ അന്ന് ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു. അത്തം വെളുത്താൽ ഓണം കറക്കുന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്തായാലും നല്ല വെയിലായിരുന്നു. ഞാൻ മല്ലി മുളകൊക്കെ ഒന്ന് കഴുകി വെയിലത്തിട്ടു കേട്ടോ. മുറ്റത്ത് നല്ല വെയിലായത് കാരണം 2 വെയിൽ കിട്ടുമ്പോഴത്തേക്ക് തന്നെ മുളക് ഉണങ്ങി കിട്ടും. മല്ലി അങ്ങനെ തന്നെ കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഇവിടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടാണ് മല്ലിയും മുളകും കഴുകിയിടുക. കാരണം നല്ല നേരിട്ടുള്ള നല്ല വെയിലായിരിക്കും.
സഞ്ജുവിനും ചക്കരയ്ക്കും ലീവുള്ള ദിവസമൊക്കെ അധികം ചിക്കൻ തന്നെയായിട്ട് വാങ്ങുക. കാരണം മീൻ വാങ്ങിയാൽ എല്ലാവർക്കും പറ്റില്ല. അധികം ചിക്കൻ വാങ്ങുന്നത് കാരണം കൂടുതലും ഈ വേവുള്ള ചിക്കനാണ് കേട്ടോ വാങ്ങുക. അപ്പം പിന്നെ കുക്കറിലിട്ടിട്ട് തന്നെയാണ് വെക്കുക. ഈ ബ്രോയിലർ ചിക്കനൊക്കെ നമ്മൾ എത്രത്തോളം കഴിക്കണോ അത്രത്തോളം നമുക്ക് കേട് തന്നെയാണ്. ഇവരോട് പിന്നെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്കതൊന്നും ഇല്ലാതെ അങ്ങോട്ട് ചോറ് ഇറങ്ങുമില്ല. തൊട്ടടുത്ത വീട്ടിൽ അവിടെ ആളില്ലാത്തത് കാരണം അവരുടെ വീട്ടിലേക്കുള്ള ബിരിയാണിയും കൂടി അവരിവിടെ തന്നിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഞങ്ങൾ ഇതേ വേഗം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ബിരിയാണിയും ഇതുള്ളത് കാരണം സഞ്ജും ചക്കരയും നേരത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം ഇന്ന് ഉപ്പുമാവായത് കാരണം അവർക്ക് വലിയ പിടുത്തമുണ്ടായിരുന്നില്ല. ചക്കര പിന്നെ തീരെ ഉപ്പുമാവ് കഴിക്കൂല കേട്ടോ. ഫുഡ് കഴിച്ച ഉടനെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ എങ്ങനെയായാലും ഒരുങ്ങി പുറപ്പെട്ട് വരുമ്പോഴത്തേക്ക് 4 മണി ആവാറായിട്ടുണ്ട്. വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിന് അവരെന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഹൈലൈറ്റ് മാളിലെത്തി. നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ ഇന്നും. അങ്ങനെ പതിയെ പതിയെ നീങ്ങിയാണെങ്കിലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ മാളൊക്കെ ഇതേ ഓണായിട്ട് പൂവും ആനയും ഒക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഓണക്കാലത്തെ ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. കടകളിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. എല്ലാവരും ഓണത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലാണ്. ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയതേ ഇല്ല. അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ഇടയിലാണ് കേട്ടോ അമ്മേൻ്റെ അനിയത്തിൻ്റെ മകൻ ലാലു വിളിക്കുന്നത്. നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ടൗണിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരവിടെ കാക്കൂരാണെന്നാൽ നിങ്ങളും വാ എന്ന് പറഞ്ഞു. അങ്ങനെ വിചാരിക്കാത്തൊരു പോക്കാണ് കേട്ടോ. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി അങ്ങോട്ട് പോയി കാക്കൂരേക്ക് പോയി. അവിടെ എത്തുമ്പോൾ ഒരു 8 മണിയോടുകൂടി അവിടെ എത്തി. പിന്നെ രാത്രി കുറേ നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുമ്പം തന്നെ ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 11:30 രാത്രി ആയതുകൊണ്ട് പിന്നെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂർ കൊണ്ട് തന്നെ പോന്നു കേട്ടോ. ഒരു 11:30 11:45 ആകുമ്പോഴത്തേക്ക് ഇവിടെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ദിവസത്തെ കൂടുതൽ സ്പെഷ്യലാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.